അങ്ങനെ എമ്പുരാൻ 200 കോടി അടിച്ചിരിക്കുകയാണ്. 4 ദിവസം കൊണ്ടാണ് 200 കോടി അടിച്ചേക്കുന്നത്. അതും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ചരിത്രം, ഒരു സിനിമയ്ക്ക് ഇത്രയും 4 ദിവസം കൊണ്ട് 200 കോടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അത് പൃഥ്വിരാജും മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും ചെയ്തേക്കുവാണ്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഡീഗ്രേഡിങ് ഇതും നെഗറ്റീവ് എല്ലാം നടന്ന സമയത്താണ് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ആ ഒരു ടീമിന് തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം പൃഥ്വിരാജിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും പുള്ളിക്കാരൻ ഒന്നിനും റിയാക്റ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ആകെ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു സിനിമ ഓരോ കളക്ഷൻ നേടുമ്പോഴത്തേനും അതിൻ്റെ പോസ്റ്റർ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അവസാനം ഇപ്പോൾ 200 കോടി എന്ന് പറഞ്ഞ ഒരു വലിയ വിജയത്തിലേക്കാണ് എമ്പുരാൻ എത്തിയിരിക്കുന്നത്. അതും വെറും 4 ദിവസം കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം 200 കോടി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ അടിക്കുമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും തന്നെ, അതും 4 ദിവസം കൊണ്ട്. എന്തായാലും പൃഥ്വിരാജ് ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്, തന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്നുള്ളൊരു കാര്യം. ഒരു നടനായിട്ട് മാത്രമല്ല, ഡയറക്ടറായിട്ടും തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. തന്നെ എതിർത്തവർക്ക്, ഇപ്പം മെയിനായിട്ടുള്ളത് ഒരു വ്യക്തിയാണ് മേജർ രവി. പുള്ളിക്കാരൻ വരെ ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ആദ്യമേ കൂടെ നിന്നെങ്കിൽ അതിന് ശേഷം പൃഥ്വിരാജിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിനൊരു റിപ്ലൈ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതിനുള്ള എല്ലാ റിപ്ലൈ ആണ് ഈ ഒരു 200 കോടി എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ ആ ഒരു സമയത്ത്, പടം ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞെങ്കിലും അതിന് ശേഷം ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് പൃഥ്വിരാജിനെ മൊത്തം കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിനൊരു റിസൾട്ട് എന്ന രീതിയിൽ നമുക്കിത് പറയാവുന്നതാണ്. എന്നിരുന്നാലും എമ്പുരാൻ ഫുൾ ടീമിന് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു കൺഗ്രാറ്റ്സ് ആണ്. കാരണം 200 കോടി എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്.